എറണാകുളം ജില്ലയിൽ വരാപ്പുഴ അതിരൂപതയിൽ അധികമാരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു ദേവാലയമായിരുന്നു മാടവന സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഓഗസ്റ്റ് 4 വരെ. എന്നാൽ ഇന്നിപ്പോൾ സ്ഥിതി അതല്ല. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് ഓരോ നിമിഷവും ഈ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാനും അനുഗ്രഹം തേടുവാനുമായി ഓടിയെത്തിയിരിക്കുന്നത്. ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന മധ്യേ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആഗ്ന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കഴിഞ്ഞ 3 ആഴ്ചകളായി ഞായറാഴ്ചകളിൽ ഈ വിശുദ്ധ കുർബാന, തിരുവോസ്തി മാംസമായി മാറുന്ന, തിരുവോസ്തിയിൽ രക്തം പൊടിയുന്ന അത്ഭുതം ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ വെച്ച് നടന്നു. വിശ്വാസികളെല്ലാം അത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നേരിട്ട് കണ്ടു. ജൂലൈ 21, ജൂലൈ 28, ഓഗസ്റ്റ് 4 എന്നീ അടുത്തടുത്ത ഞായറാഴ്ചകളിൽ ഈ കുട്ടിക്ക് നൽകിയ തിരുവോസ്തി, വൈദികൻ, ഇടവക വികാരി ഈ കുട്ടിക്ക് തിരുവോസ്തി കയ്യിൽ വെച്ചു കൊടുത്തപ്പോൾ, പിന്നീട് വായിൽ വെച്ചു കൊടുത്തപ്പോഴെല്ലാം തിരുവോസ്തിക്ക് രൂപമാറ്റം സംഭവിക്കുകയും അത് മാംസകഷ്ണമാവുകയും തിരുവോസ്തിയിൽ രക്തം പൊടിയുകയും ചെയ്യുന്ന വലിയൊരു അത്ഭുതമാണ് ഈ ഒരു ദേവാലയത്തിൽ വെച്ച് നടന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെയാണ് ആ വാർത്ത പുറം ലോകം അറിയുന്നത്. 3 ആഴ്ചകളിലായി നടന്നതെങ്കിലും ഇന്നലെയാണ് പുറം ലോകത്ത് മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത, സോഷ്യൽ മീഡിയയിലൂടെല്ലാം ഈ വാർത്ത പുറം ലോകം അറിയുന്നു. ഇന്നിപ്പോൾ വിശ്വാസികളുടെ ഒഴുക്കാണ് ഈ ഒരു ദേവാലയത്തിലേക്ക്. നിരവധി പേരാണ് പ്രാർത്ഥിക്കുവാനായിട്ടും അൾത്താരയിൽ വന്നും തിരുവോസ്തി കാണുവാനുമായിട്ടൊക്കെ ഈ ദേവാലയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ദേവാലയത്തിലേക്ക് പോവാം. എവിടെന്നാ വരുന്നത്? ചിറ്റൂർ. പേരെന്താണ്? ജോസി. ചെമ്മൂറ. ചിറ്റൂർ പള്ളി ചെമ്മൂറ. ഇത് ഇന്നാണ് അറിഞ്ഞത്? ഇന്നലെ അറിഞ്ഞായിരുന്നോ? ഇന്നലെ അറിഞ്ഞു. ഇന്നലെ വന്ന ഇന്ന് ആദ്യമായിട്ട് വരുന്നു? ഇന്ന് ആദ്യമായിട്ട് വരുന്നു. ഇത് തോന്നുന്നു ഇങ്ങനെ ഒരു അത്ഭുതം. ഇത് ദൈവ ഒരു കൃപ ആയിട്ടുള്ള സംഭവം മനസ്സിലായി. വന്നിട്ടുണ്ടോ ഈ പള്ളിക്ക്? ഇല്ല, വന്നിട്ടില്ല. ആദ്യമായിട്ട്. നമ്മുടെ ഇവിടുത്തെ വികാരിച്ച് നമ്മളൊരു ചിറ്റൂരിൽ തന്നെ ഉള്ളത്. എൻ്റെ പേര് മൈക്കിൾ. അറിഞ്ഞിട്ട് പറഞ്ഞു. ഇന്നലെയാണ് അറിഞ്ഞത്? ഇന്നലെ അറിഞ്ഞു. വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വരുന്ന ആഗ്രഹമുണ്ട്. ആദ്യമായിട്ടാണ് ഈ പള്ളിക്ക്? ആദ്യമായിട്ട് അത്ഭുതത്തെ കുറിച്ച് എന്ത് പറയുന്നു? നല്ലത് തന്നെ. വേറെ ഒന്നും ദിവസത്തിൽ കാണാൻ സാധിച്ചില്ലല്ലോ. ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു. ഇന്നലെ കാണാൻ പറ്റില്ല. ഞാൻ ഇന്നലെ മൊബൈലിലാണ് കണ്ടത്. ഇന്ന് കണ്ടില്ല. വന്നാണ് കാണാൻ പറ്റുമെന്ന്. മാടവന സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിന്റെ പരിശുദ്ധ പരമമായ പരിപാവനമായ അൾത്താരയുടെ മുമ്പിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഈ അൾത്താരയിലും അതുപോലെ ഈ സക്രാരിയിലുമാണ് കഴിഞ്ഞ 3 ഞായറാഴ്ചകളായി നടന്ന ഈ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം, തിരുവോസ്തി മാംസമായി മാറിയത് സൂക്ഷിച്ചത് ഈ സക്രാരിയിലുമാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അച്ഛൻ വിശ്വാസികൾക്ക് കാണാനായിട്ട് ഈ ബലിപീഠത്തിലാണ് ആ ഒരു തിരുവോസ്തി മാംസമായതും രക്തം പൊടിഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു തിരുവോസ്തി സൂക്ഷിച്ചു വെച്ചത്. ഒപ്പം ഈ ഒരു ദേവാലയത്തിലെ ഇവിടെ വെച്ചാണ് ആ കുട്ടിക്ക് തിരുവോസ്തി, കുർബാന സ്വീകരണ മധ്യേ തിരുവോസ്തി നൽകുന്നതും ആ തിരുവോസ്തി ഉടനെ തന്നെ ആദ്യത്തെ ദിവസമായി, ജൂലൈ 21-ാം തീയതി രക്തം പൊടിഞ്ഞു, ജൂലൈ 28-ന് മാംസമായി മാറി, ഓഗസ്റ്റ് 4-നും അതുപോലെ തന്നെ മാംസമായി, അതുപോലെ ഒരു തിരുഹൃദയത്തിന്റെ രീതിയിലേക്ക് ഈ തിരുവോസ്തി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ അന്ന് വിശുദ്ധ കുർബാനയ്ക്ക് വന്ന എല്ലാ വിശ്വാസികളും തന്നെ ഈ ഒരു അത്ഭുതം നേരിട്ട് കണ്ടു, നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടു. ഒരുപക്ഷെ ഇറ്റലിയിലും മറ്റെല്ലാം നടക്കുന്ന അത്ഭുതങ്ങളെല്ലാം നമ്മൾ പലപ്പോഴും വീഡിയോ വഴിയാണ് കണ്ടിട്ടുള്ളത്, ഫോട്ടോ വഴിയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടുത്തെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് നേരിട്ട് കണ്ടു. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ആശ്ചര്യത്തിലും അതിൻ്റെ ഒരു പകപ്പിലും പ്രാർത്ഥനയിലുമാണ് ഇപ്പോൾ ഈ വിശ്വാസികൾ. മാത്രമല്ല ഇവിടേക്ക് വിശ്വാസികളുടെ ഒഴുക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പേരെന്താണ്? എൻ്റെ പേര് ഇന്നസെന്റ്. എവിടെ നിന്നാണ്? തോമസ് സെന്റ് തോമസ് ചർച്ച്, തോമസ്. സ്ഥലം? മരട്. ഇതിപ്പോ കേട്ടറിഞ്ഞിട്ട് വന്നതാണ്? കേട്ടറിഞ്ഞിട്ട് വന്നതാണ്. ഇന്നലെ ഞാൻ കണ്ടായിരുന്നു. കണ്ടില്ല. ഈ ദേവാലയത്തില് വന്നിട്ടില്ല, ഇതിൽ പോകാറുണ്ട്. ആദ്യമായിട്ടാണ് ഈ ഒരു ദേവാലയത്തിലേക്ക് കടക്കുന്നത്. അത്ഭുതം നടന്നു എന്ന് കേട്ടു, വിശ്വാസികൾ അതിനെ കുറിച്ച് പറഞ്ഞു. എന്ത് തോന്നുന്നു? അത് അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ കൊച്ചിയിലൊക്കെ സംഭവിക്കുന്നത് ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ ഒന്ന് കാണാൻ വിചാരിച്ചു വന്ന. ഷോബിൻ ജോർജ് ചേരാനല്ലൂർ, സെന്റ് ജെയിംസ്.
അത്ഭുതം നടന്നു എന്ന് അറിഞ്ഞിട്ട് കാണാൻ വേണ്ടി വന്നു. നടന്നറിഞ്ഞിട്ട് ഇന്നലെ അറിഞ്ഞായിരുന്നു, അപ്പൊ കാണാൻ വേണ്ടി വന്നതാ. നമ്മുടെ എല്ലായിടത്തും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത് ഇത്ര അടുത്ത് ഇങ്ങനെ അത്ഭുതം നടക്കുമ്പോ നമ്മ ഓടി വന്നതാണ് കാണാൻ. പക്ഷെ കാണാൻ പറ്റില്ല. രൂപതയിലേക്ക് കൊണ്ടുപോയി, അതുകൊണ്ടാണ്. ആണല്ലേ? വന്നു കഴിഞ്ഞപ്പോ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ ഇത്രയും പറ്റിയപ്പോ നമുക്ക് അടുത്ത് വന്ന് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയോടെ വന്നത്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ കാണാൻ പറ്റിയില്ല. പക്ഷെ എന്നാൽ അതിന്റെ ഒരു പ്രസൻസ് ഇവിടെ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേര് ഇനി ഇങ്ങോട്ടേക്ക് വരാനായിട്ടുണ്ട്. ഇനി സന്തോഷം തോന്നുന്നുണ്ട്. ഇത്ര നാൾ ഇങ്ങനെ ഒരു ദിവ്യകാരുണ്യത്തിൽ ഈശോനെ കുറിച്ച് നമ്മളിപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ഒരു വിശ്വാസം എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ഇത് കൂടിയോ? വിശ്വാസം എനിക്ക് ഭയങ്കരമായിട്ട് കൂടി. ഇങ്ങനെ ഒരു ഇത് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഈശോന്റെ ശരീരമാണ് നമ്മൾ സ്വീകരിക്കുന്നതെന്ന് അറിയാം. പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ ഇത് കാണുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് നമുക്ക് ഭയങ്കര ഒരു, എനിക്കെന്ന് വെച്ചാൽ ഈ യൂത്ത് ആയിട്ടുള്ളവരാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടി ഇരട്ടി വിശ്വാസം കൂടിക്കൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവർ പറയാനായിട്ടായാലും. ഞാനാണെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ അയച്ചു കൊടുത്ത് എല്ലാവർക്കും കാണണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും സ്ഥലം ചോദിച്ച് എല്ലാവർക്കും സ്ഥലം പറഞ്ഞു കൊടുത്ത് ഒത്തിരി സന്തോഷമുണ്ട്. പ്രാർത്ഥിച്ചപ്പോൾ അതിന്റെ ഒരു ചൈതന്യം ഇവിടെ ഉണ്ട് ഈ പള്ളിയിൽ. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. പേരെന്താ? എൻ്റെ പേര് മിൽട്ടൺ. എൻ്റെ പേര് ബിന്ദു. എങ്ങനെയാണ് ഈ ഒരു ന്യൂസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞത്? ഞങ്ങൾ വാട്സപ്പിൽ നിന്നാണ് അറിഞ്ഞത്. വാട്സപ്പിൽ ഫോട്ടോ കണ്ടു. പിന്നെ ആരോ ഒരു വോയിസ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മടവന സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ ഒരു കൊച്ചിനെ ഇങ്ങനെ കുർബാന സ്വീകരിച്ചപ്പോൾ ഇങ്ങനെ യേശുവിനെ ഇങ്ങനെ ഇതായിട്ട് മാംസത്തിൻ്റെ ഒരു ഇതായിട്ട് കണ്ടു. എന്നിട്ട് ആ ഫോട്ടോസും വീഡിയോസും കണ്ടു. അപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അത് കാണാൻ വേണ്ടിയും ആ ഒരു അനുഭവം ഉൾക്കൊള്ളാൻ വേണ്ടിയാണല്ലേ വന്നത്? കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. എന്നുവെച്ചാൽ എനിക്ക് ശരിക്കും കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഒറിജിനൽ ഫീലിംഗ് തോന്നി. അത് ആ കണ്ട ആ നിമിഷം തന്നെ എനിക്ക് തോന്നി അത് സംതിങ് എന്താ വെച്ചാൽ അതിൽ എന്തൊരു വ്യത്യാസം ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി. അപ്പം ഞാൻ പറഞ്ഞു എന്തിനേലും നമുക്ക് ഇത് കണ്ടിട്ട് തന്നെ പോകണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്നത്. അതിനുവേണ്ടി നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് എറണാകുളം വരെ വന്നു. അതെ അതെ. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പം വേറൊരു അന്തരീക്ഷമാണ്. കുറേ ആൾക്കാർ വരുന്നുണ്ട്. ദിവ്യകാരുണ്യ, ഭക്തി, ആരാധന എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സ്പെഷ്യലായിട്ട് തോന്നിയത്? സ്പെഷ്യലായി തോന്നിയതെന്ന് വെച്ചാൽ ഇവിടെ ഒരു അച്ഛൻ അവിടെ ഇരുന്ന് കൊന്തെത്തിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനോട് സംസാരിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ അവിടെ ഇരുന്നിട്ട് വളരെയധികം തീവ്രമായി പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ അവിടെ ചെന്നിട്ട് മുട്ടുത്തി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങളെയൊക്കെ കണ്ടത്. ഇന്നലെ മുതൽ ഒരുപാട് വിശ്വാസികളാണ്, ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഈ ദേവാലയത്തിലേക്ക് ഒഴുകിയെത്തത്. ഇന്നും വിപരീതമല്ല കാര്യങ്ങൾ. രാവിലെ മുതൽ ഓരോരോ വിശ്വാസികൾ ഇത് അറിഞ്ഞ് വീഡിയോ വഴിയെല്ലാം കേട്ട് ഈ ദേവാലയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും പറയുന്നൊരു കാര്യം, ഒരുപക്ഷെ ഇന്നലെ ഇവിടുന്ന് തിരുവോസ്തി രൂപതയിലേക്ക് മാറ്റി വിദഗ്ധ പഠനത്തിനും മറ്റെല്ലാ കാര്യങ്ങൾക്കായിട്ടും തിരുവോസ്തി ഇന്നിപ്പോൾ ഈ ദേവാലയത്തിൽ ഇല്ല. പക്ഷെ എങ്കിലും അവർ ഈ ഒരു ദേവാലയത്തിൽ വന്ന് അൾത്താരെ മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസവും അരൂപിയും അതോടൊപ്പം തന്നെ ആനന്ദവും ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് എല്ലാവരും തന്നെ പറയുന്നു. വലിയ എന്തോ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ആത്മീയമായ ഒരു ആനന്ദം ഈ ഒരു ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഈ നിമിഷം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഓരോരുത്തരും പറയുന്നത്. ഈ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം ഇത് സഭ ഔദ്യോഗികമായിട്ട് അത്ഭുതം ആണെന്ന് സ്ഥിരീകരിക്കാൻ സമയമായിട്ടില്ല. ഇത് രൂപതയിലേക്ക് കൊടുത്തിട്ടുണ്ട്. രൂപത അതിന് കമ്മീഷൻ വെക്കും. രൂപത അധികാരികൾ ഇതിനെക്കുറിച്ച് പഠിക്കും. അതിനുശേഷം വത്തിക്കാനിലേക്ക് വിട്ട് കുറേ വിശദമായ പഠനങ്ങളും സെക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ഔദ്യോഗികമായിട്ട് ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായി സഭ അംഗീകരിക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമായിരിക്കും കത്തോലിക്ക സഭയിലായാലും വിശ്വാസികൾക്കായാലും ഈ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം വണങ്ങാനും പ്രാർത്ഥിക്കാനും ഔദ്യോഗികമായ ഒരു അനുമതി ലഭിക്കുകയുള്ളൂ. അതിനു മുമ്പ് വരെ ഈ ഒരു വിഷയം എന്നുള്ള പഠനത്തിനും കാര്യങ്ങൾക്കായിരിക്കും. പക്ഷേ ആ ഒരു പ്രക്രിയ, ഒരു പഠനത്തിന്റെയും വിശദമായ ഇതിന്റെ എല്ലാം പ്രക്രിയയ്ക്ക് അപ്പുറം ഒരു ആത്മീയമായ കണ്ണിലൂടെ ഇത് കാണുമ്പോൾ, അല്ല ആത്മീയമായ രീതിയിൽ വരുമ്പോൾ അത് വിശ്വാസികൾക്ക് ഒരുപാട് അനുഗ്രഹം പ്രദാനം ചെയ്യുന്നുണ്ട് എന്നതും മറ്റൊരു വാസ്തവമാണ്.